നമസ്കാരം, ഞാൻ അദ്വാത്മിക ഷിജോ. എല്ലാവർക്കും മലയാളം എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. PSC നടത്തിയ 20ഓളം പരീക്ഷകളെയും നിയമനങ്ങളെയും കുറിച്ചുള്ള പരാതികളിൽ ക്രൈംബ്രാഞ്ച് PSCയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. 100ലേറെ പേരാണ് പരാതിക്കാർ. ഒരു പരീക്ഷയെക്കുറിച്ച് 5 പേരെങ്കിലും പരാതിക്കാരുണ്ട്. LDF ഭരണകാലത്ത് സംശയ നിഴലിലുള്ള 20ഓളം പരീക്ഷാ നിയമനങ്ങളിൽ പകുതിയിലും ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായാണ് പരാതിക്കാരുടെ മൊഴി. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല. ചെങ്കടലിൽ യമൻ തീരത്തിനു സമീപം ഇന്ത്യൻ ചരക്കുകപ്പലായ MSV ഫൈസ് നൂറെ ഒലിയയ്ക്കു നേരെ പ്രൊജക്ടൈൽ ആക്രമണം. നിയന്ത്രണം വിട്ട കപ്പൽ തലകീഴായി മറിഞ്ഞ് കടലിൽ മുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന 13 ഇന്ത്യൻ നാവികരും ഒരു യമൻ പൌരനും ഉൾപ്പെടെ 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ആക്രമണത്തെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാളും വിദേശകാര്യ മന്ത്രാലയവും അപലപിച്ചു. മഴയും വെള്ളപ്പൊക്കവും മൂലം കാർഷിക മേഖലയിലും റാന്നിയിലെ വ്യാപാരികൾക്കുമുണ്ടായ നഷ്ടവും പ്രശ്നങ്ങളും ഇന്നത്തെ മന്ത്രിസഭായോഗം പ്രത്യേകമായി ചർച്ച ചെയ്യുമെന്നും സഹായം പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ടയിലെ പ്രളയബാധിത മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച മുഖ്യമന്ത്രി VD സതീശൻ ദുരിതബാധിതരുടെയും വ്യാപാരികളുടെയും പരാതികൾ കേട്ടു. മന്ത്രിയും MLAമാരും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ 25 പേർ മരിച്ചെന്ന് സംസ്ഥാന സർക്കാർ. 4 പേരെ കാണാതായി. 10 പേർക്ക് പരിക്കേറ്റു. 52 വീട് പൂർണ്ണമായും 565 വീട് ഭാഗികമായും തകർന്നു. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 18,434 പേർ കഴിയുന്നുണ്ട്. ശനിയാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇരട്ട ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതും മഴയുടെ ശക്തി കൂട്ടും. പുറത്തു പറയാൻ പറ്റാത്ത എന്തു ഡീലാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി നടത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ഔദ്യോഗിക രേഖയിലും മുഖ്യമന്ത്രി ആരെയും കണ്ട വിവരം ഇല്ല. ഭാര്യാപിതാവിനെ കാണാനാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത്. ഓരോരോ കളവു പറഞ്ഞ് വസ്തുത മറച്ചുവെക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ വിവാദ പരാമർശം നിന്ദ്യവും അവഹേളനാപരവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേവലം നാക്കുപിഴയല്ലെന്നും സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചവിട്ടിമെതിക്കുന്നതാണെന്നും ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അവകാശമാണെന്നും സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 CPM പ്രവർത്തകർക്ക് കൂടി ഹൈക്കോടതി ജാമ്യം നൽകി. രാഹുൽ, വൈശാഖ്, അമൽ, ലെനിൻ രാജ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം 9 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴി ദർശനം ആരംഭിച്ചു. കിഴക്കേ നടയിലെ ക്യൂ കോംപ്ലക്സിന്റെ വടക്കേ അറ്റത്തെ വരിയാണ് വെർച്വൽ ക്യൂ ദർശനത്തിന്റെയായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച തിരിച്ചറിയൽ രേഖ തന്നെ കയ്യിൽ കരുതേണ്ടതാണ്. PV അൻവറിന് രഹസ്യങ്ങൾ ചോർത്തി നൽകിയ പോലീസുകാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. SOGയിലെ മുഹമ്മദ് ഇല്യാസ്, പയസ് സെബാസ്റ്റ്യൻ എന്നിവരെയാണ് തിരിച്ചെടുത്തത്. മാവോയിസ്റ്റ് ഫോൺ ചോർത്തൽ വിവരങ്ങൾ വരെ ചോർത്തി നൽകിയെന്നായിരുന്നു കണ്ടെത്തൽ. മാനസിക ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ എല്ലാവരും. ശാരീരിക ആരോഗ്യത്തിന് ഒരു മികച്ച പരിഹാരം തേടി ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോൺ സെറ്റിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്ത കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ജീവനം ആയുഷ് ക്ലിനിക്കിലാണ്. ആയുഷ് ക്ലിനിക്കിലെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലും GCC കൺട്രീസിലും 35 വർഷത്തെ സേവന പാരമ്പര്യമാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന് പറയാനുള്ളത്. ബോൺ സെറ്റിംഗ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പ്രസവ ശുശ്രൂഷയും ഒപ്പം തന്നെ സന്ധിവാത ചികിത്സയുമാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചികിത്സാ വിധികൾ എന്ന് പറയുന്നത്. മാത്രവുമല്ല, നിരവധി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെയാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഇവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ, എന്താ പറയാ, എൻ്റെ കൈയും കാലും ഒക്കെ നല്ല സുഖമായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാഡി, ഞരമ്പ്, സന്ധി, അസ്ഥി സംബന്ധമായ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരാണ് ഇവിടുത്തെ ഒട്ടുമിക്ക പേഷ്യൻസും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഗുരുക്കൾ ഇബ്രാഹിം ഹാജിയുടെ സേവനം തന്നെയാണ്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ബോൺ സെറ്റിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്ത ഈ ഒരു സേവനം രോഗികൾക്ക് വേണ്ടി നൽകുന്നത്. വേദനയോടെ എത്തുന്ന രോഗികൾക്ക് പുഞ്ചിരിയോടെയുള്ള മടക്കം, അതുതന്നെയാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത്. ആരോഗ്യ ചികിത്സാ സംബന്ധമായ മറ്റു വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വയനാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ നിന്നുള്ള അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി.
ആറന്മുള MLA അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിലുണ്ടായ അപകടത്തിൽ MLAയ്ക്കും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കു ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴാണ് MLA സഞ്ചരിച്ച കാറിലേക്ക് മറ്റൊരു കാർ വന്നിടിച്ചത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. എയിംസ് തൃശൂരിൽ വേണമെന്ന് സുരേഷ് ഗോപി MP. കേരളത്തിൽ എയിംസ് വരും. എയിംസിൽ ഉചിതമായ രാഷ്ട്രീയം ഉണ്ടാകും. എയിംസിന് വേണ്ടിയുള്ള നടപടി സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി കേന്ദ്രത്തിന് നൽകിയിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും ഒത്തുവരുന്ന സ്ഥലമാണ് വേണ്ടത്. 10 സ്ഥലങ്ങൾ തരാം എന്നാണ് ഒടുവിൽ കെ മുരളീധരൻ പറഞ്ഞതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂരിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് താരം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച ചെറുപുഴയിൽ കാണാതായ നീന്തൽ പരിശീലകനായ രാജേഷിനെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് 2ാം വർഷ ബികോം വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് CBIക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. CBI ഉദ്യോഗസ്ഥർ നിരന്തരം പീഡിപ്പിക്കുന്നെന്നാരോപിച്ച് ഉപ്പുകണ്ടം സ്വദേശി TU അരുൺ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാസങ്ങളായി നടന്നിരുന്ന സമരം പിൻവലിച്ചു. സമരം നടത്തിയവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കില്ലെന്ന ധാരണയോടെയാണ് സമരം പിൻവലിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. മദർ ആൻഡ് ചൈൽഡ് വിഭാഗത്തിന്റെ കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫസൽ വധക്കേസിൽ കാണാതായ തൊണ്ടി മുതൽ തിരിച്ചെത്തിയതിലും അന്വേഷണം. ഫസലിന്റെ രക്തം പുരണ്ട തൂവാല തിരിച്ചു കിട്ടിയതിലാണ് അന്വേഷണം. എറണാകുളം CJM കോടതി അന്വേഷണം നടത്തും. CBI പ്രത്യേക കോടതിയുടേതാണ് നിർദ്ദേശം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് പെൻഷൻ സ്കീം എന്നിവയിൽ അംഗത്വത്തിനുള്ള പ്രതിമാസ വേതന പരിധി 25,000 രൂപയാക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയം അംഗീകാരം നൽകി. ഇതേസമയം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഓഫീസ് സേവനങ്ങൾ ഇന്ന് ലഭ്യമാകില്ലെന്ന് EPFO അറിയിച്ചു. സിസ്റ്റം നവീകരണത്തിന്റെ ഭാഗമായാണ് സേവനങ്ങൾ നിർത്തുന്നത്. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിന് അറസ്റ്റിലായ DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് വിട്ടയച്ചു. റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും വിട്ടയക്കാമെന്നും തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിച്ചതോടെയാണ് വിട്ടയച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ. വിജയ് ഡമ്മി മുഖ്യമന്ത്രിയാണെന്നും കഴിവുകെട്ട മുഖ്യമന്ത്രിയാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. കാവേരി നദീജല വിഷയത്തിലെ സർക്കാരിന്റെ പരാജയം മറയ്ക്കാനും ശ്രദ്ധ തിരിക്കാനുമാണ് വിജയ് സർക്കാർ ഉദയനിധിയെ അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. വിദ്യാർത്ഥികൾക്ക് മാപ്പ് നൽകാൻ പ്രധാനമന്ത്രി മോദി ആരാണെന്ന് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോടാണ് മാപ്പ് പറയേണ്ടത്. പരീക്ഷാ ക്രമക്കേടുകളിലൂടെ വിദ്യാർത്ഥികളുടെ കരിയർ തകർക്കുകയും സൈന്യത്തെ ഉപയോഗിച്ച് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തതിന് മാപ്പപേക്ഷിക്കേണ്ടത് മോദിയാണെന്നും രാഹുൽ പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ സന്യാസിമാരില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ആരോപണങ്ങൾ ഉന്നയിച്ച് ഉത്തർപ്രദേശിനെ അപകീർത്തിപ്പെടുത്തുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണെന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി. നടൻ പ്രദീപ് റാവത്ത് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. മുംബൈയിലെ കോകിലാബെൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷാ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രദീപ് റാവത്ത് ഗജനിയിലെ വില്ലൻ വേഷത്തിലൂടെയാണ് കൂടുതൽ അറിയപ്പെട്ടത്. കർണാടകത്തിൽ മന്ത്രിസഭാ വികസനത്തിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിന് രാജ്യഭീഷണി മുഴക്കിയ കോൺഗ്രസ് MLAമാരോട് രാജിവെച്ചോളൂവെന്ന മറുപടിയുമായി മുഖ്യമന്ത്രി DK ശിവകുമാർ. പാർട്ടിയാണ് പ്രധാനമെന്നും താനും മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടിട്ടും അച്ചടക്കത്തോടെ അധ്വാനിച്ചയാളാണെന്നും ശിവകുമാർ പറഞ്ഞു. മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരിൽ തീവ്രവാദ സമാനമായ ചിന്താഗതിയുണ്ടാകുന്നതായി ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ. ചൊവ്വാഴ്ച വിധാൻ ഭവനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു UP ഉപമുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം. സംഭവം വിവാദമായതോടെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉപമുഖ്യമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും രംഗത്തെത്തി.
ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ വീണ്ടും നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. മ്യൂൾ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യാൻ 4 ആഴ്ചയ്ക്കുള്ളിൽ SOP തയ്യാറാക്കാൻ റിസർവ് ബാങ്കിന് നിർദ്ദേശം. പരാതി പരിഹാരത്തിന് സംസ്ഥാന സർക്കാരുകൾ സംവിധാനം തുടങ്ങണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദുബായിലെയും വടക്കൻ എമിറേറ്റുകളിലെയും പുതിയ ഇന്ത്യൻ കോൺസൽ ജനറലായി ഡോക്ടർ MRD വിഷ്ണുവർദ്ധൻ റെഡ്ഡിയെ നിയമിച്ചു. വിദ്യാഭ്യാസ വിചക്ഷണനും DY പാട്ടീൽ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയും മുൻ ഗവർണറുമായ DY പാട്ടീൽ എന്ന ധ്യാൻദേവ് യശ്വന്ത് റാവു പാട്ടീൽ മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ വസതിയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ആസാമിൽ CRPF ജവാൻ സഹപ്രവർത്തകരായ 2 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വയം വെടിവെച്ചു മരിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ ബലാനി പ്രേമാംബരമാണ് ആക്രമണം നടത്തിയത്. CRPF ജവാന്മാരായ വിഷ്ണു പ്രസാദ് ബാഗേൽ, രാം നവാൽ സിംഗ് യാദവ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് 12 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുൻപാണ് സംഭവം. ഇറാനുമായി മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിനിടയിൽ അമേരിക്കയുടെ പക്കലുള്ള ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ വലിയ ഭാഗം ഉപയോഗിച്ചു കഴിഞ്ഞതായി റിപ്പോർട്ട്. കരയിൽ നിന്ന് തൊടുക്കാവുന്ന തന്ത്രപ്രധാന ആയുധങ്ങളായ എറ്റാക്കംസ്, പുതിയ തലമുറയിൽപ്പെട്ട പ്രസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് അമേരിക്ക ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത്.